മാമൻ ചുമ്മാതെ ഈ വഴിയെ പോയപ്പോഴേ എന്നെ ഒന്ന് കയറി കാണാമല്ലോ എന്ന് വിചാരിച്ചു. കണ്ടില്ലേ? കണ്ട്. ഇതെന്തുവാ? ഇതാ ഇത് പ്രോട്ടീൻ പൗഡർ. പ്രോട്ടീൻ പൗഡർ. പ്രോട്ടീൻ പൗഡർ ഇത് എന്തിനുള്ളതാ? ഇത് മസിൽ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. ഇത് കഴിച്ചാൽ നമ്മുടെ മസിലൊക്കെ വലുതാവും? വലുതാവും. ആണോ? നീ ഇത് കഴിക്കുന്നുണ്ടോ ഇപ്പോഴേ? കഴിച്ചു തുടങ്ങിയില്ല, കഴിക്കാൻ പോണേ ഉള്ളൂ. നിനക്ക് നല്ല ബോഡിയൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയായി? അതെ അതെ, കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആക്കണം മാമ. ജിമ്മി ആകാൻ വേണ്ടി. ഇത് ഏത് പ്രായക്കാർക്കും ഒക്കെ കഴിക്കാവൂ? അങ്ങനെ അതൊക്കെ നോക്കിയും കണ്ടൊക്കെ കഴിക്കാവൂ. തോന്നും പോലെ ഒന്നും വലിച്ചു വരെ കഴിക്കാൻ പാടില്ല. എന്നാലും ഇത് ആര് കഴിച്ചാലും ഒരു മസിൽ ഉണ്ടാവും. മസിൽ നല്ല മസിൽ ഗ്രോത്ത് വരും. അനാവശ്യ ഫാറ്റ് ഒക്കെ പോവും. അങ്ങനെയൊക്കെ ഉണ്ട്. ആണോ? അത് ശരി. അപ്പൊ ഇതിനൊക്കെ വലിയ വിലയായി കാണൂല്ലേ? ഇത് നല്ല വിലയായി. 10,000 രൂപയുണ്ട് ഇതിന്റെ പ്രോട്ടീന്റെ വില. ഒരു കുപ്പിക്കോ? 10,000 രൂപ? ഇത് കാപ്പ പ്രോട്ടീൻ ഒന്നും അല്ല, നല്ല വിലയുണ്ട്. ഒരു ഷേക്ക് ചെയ്യുമ്പോ തന്നെ നല്ല അലിഞ്ഞു വരും. ആണോ? അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും വരില്ല. അല്ല, പക്ഷെ ഞാനേ എങ്ങാണ്ടൊരിടത്ത് ഞാൻ വായിച്ചു കേട്ടത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വൃക്ക അടിച്ചു പോവും, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല. വിവരമില്ലാത്തവര് പലതും അടിച്ചിറക്കും മാമ. ഇതൊന്നും ഒരു സത്യവും ഇല്ല. ആണോ? അങ്ങനെ കുഴപ്പമൊന്നും ഒരു കുഴപ്പവും ഇല്ല. ഞാൻ അതല്ലേ പറഞ്ഞ കൂടിയ സാധനമാണ്. ഇത് കഴിച്ചെന്ന് പറഞ്ഞ ഒരു പ്രശ്നം വരാൻ പോകും. അത് ഈ ശ്രീകുട്ടിയുടെ മുമ്പിലേ എനിക്ക് ഇച്ചിരി മസിലൊക്കെ ആക്കി ഒന്ന് ഞെളിയണമെന്ന് ചെറിയ ആഗ്രഹമുണ്ട്. പക്ഷെ അതങ്ങോട്ട് നടക്കുന്നില്ല. അവള് പോലീസുകാരില്ലയോ? ഇതേലും ഇച്ചിരി എനിക്ക് തരുമോ? ഇതേലും ഇച്ചിരി എനിക്ക് തരുമോ? ഇതോ? അയ്യോ, ഇതങ്ങനെ മാമന് കഴിച്ചൂടാ. അല്ല, അങ്ങനെ എനിക്ക് ഒരുപാട് വേണ്ടാടി. ദിവസം ഒരു 2 സ്പൂൺ വെച്ച്. അയ്യോ മാമ, ഇത് നമ്മള് പ്രായമൊക്കെ നോക്കണ്ടേ, പിന്നെ ഹൈറ്റ് നോക്കണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നോക്കണം. നമ്മള് ചുമ്മാ വലിച്ചോരി തിന്നാൻ പറ്റില്ല. ഇത് കഴിച്ചിട്ട് വെറുതെ ഇരിക്കാനും പാടില്ല, നല്ലപോലെ വർക്കൗട്ട് ചെയ്യണം. അല്ല, അതൊന്നും നീ നോക്കേണ്ട കാര്യമില്ല. ഇച്ചിരി എനിക്ക് തന്നാ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചോളാം. അത് വേണ്ട മാമ, വല്ലത് കഴിച്ചാലേ ഈ പ്രായത്തിൽ അത് പ്രശ്നം വരും. അല്ല, പ്രായത്തിന്റെ ഒന്നും ഒരു പ്രശ്നമില്ല. ഇപ്പോഴും എനിക്ക് എല്ലാരും ഞാൻ കളരിയില്ലയോ? കളരിയാ. പക്ഷെ കളരിയിലൊന്നും കാര്യമില്ല മാമ, ഒരു കാര്യവും ഇല്ല. പിന്നെ ഞാൻ ഇത് കഴിക്കുന്നത് നല്ല ബോഡിക്കും പിന്നെ നമ്മുടെ ബിഹേവിയർ നന്നാവാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അത് കേട്ടാ എന്തോ നീ പറഞ്ഞേ? സ്വഭാവം. ബിഹേവിയർ. ഇച്ചിരി കഴിച്ചൂടാ മാമ, വേണ്ട. എന്തിനു വെറുതെ? ഞാൻ കഴിച്ചോളാം. വലിയൊരാഗ്രഹമായിരുന്നു. നീ എനിക്ക് തരത്തില്ലല്ലേ? അങ്ങനെയല്ല, ഇത് കഴിച്ച് വെറുതെ മാമ എന്തായാലും വർക്കൗട്ട് ഒന്നും ഇല്ല. മാമ 24 മണിക്കൂറും ശ്രീക്കു മാമിയുടെ പറയുകയാണ്. അപ്പം അതനുസരിച്ച് ഇത് വെച്ച് കഴിക്കാൻ നിന്നേറ്റോ ഒരു കാര്യമില്ല. വലിയ പ്രതീക്ഷയോടാ ഞാൻ വന്നത്. അപ്പൊ നീ ഒട്ടും എനിക്ക് തരത്തില്ലല്ലേ? അത് നീ അസൂയുണ്ടാ? അതായത് ഈ വീട്ടിലേ നിനക്ക് മാത്രമേ ഒരു ജിമ്മി ആകാൻ പറ്റും, മറ്റൊരാള് നിന്റെ അടുത്ത് മത്സരത്തിന് വരരുതെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടല്ലോ നീ അങ്ങനെ പറഞ്ഞത്. എന്തോന്നൊക്കെ മാമ വിളിച്ച് പറയണത്? വട്ടു പിടിച്ചാ മാമന്. അതുകൊണ്ട് തന്നെയാ നീ പറഞ്ഞത്. അല്ലെങ്കിൽ സ്വന്തം മാമന്റെ മുഖത്ത് നോക്കി നീ തരത്തിൽ നീ പറയുവോ? ഒരിക്കലും ഒരു കുഞ്ഞുങ്ങളും പറയത്തില്ല. ഇതിനൊക്കെ വളർത്തിക്കൊണ്ട് വന്നതെന്ന് പറഞ്ഞാൽ കാല് വളരുന്നോ കൈ വളരുന്നോ എന്നൊക്കെ നോക്കിയാ. എനിക്ക് വേണ്ട. ഇനി നീ തന്നാലും എനിക്ക് വേണ്ട, ഒട്ടും വേണ്ട. ആ കുപ്പി മൊത്തത്തിൽ എനിക്ക് തന്നാലും ഇനി എനിക്ക് വേണ്ട. അല്ലെങ്കിൽ തന്നെ ആര് തരണു? ഞാൻ തരണമൊന്നുമില്ല. എനിക്ക് വേണ്ടാടി. ഞാൻ വേറെ സ്വർണ്ണോ പണമൊന്നും ചോദിച്ചില്ലല്ലോ. 2 ടീസ്പൂൺ വെച്ചിട്ട് പിന്നെ പ്രോട്ടീൻ അല്ല പ്രോട്ടീൻ എന്തോ ആയിക്കോട്ടെ എനിക്ക് വേണ്ട നിന്റെ. ഞാൻ വേറെ നോക്കിക്കോളാം. നീ വല്ല ജിമ്മിയായിട്ടില്ലേ? വാ കാണിച്ചു തരാം അവിടെ. എനിക്കും അറിയാം ഇത്. എനിക്ക് കാശ് കൊടുത്താൽ വാങ്ങിക്കാൻ കിട്ടും. നന്ദി വേണോടി, നന്ദി. ഇത്രയും കൂടെ ഒറ്റയ്ക്ക് നിന്നിട്ട് നിന്റെ വയറളവ് കൂടി. എനിക്കത് കാണണം. കണ്ടോ? ഇനി വയസ്സാകാലത്ത് ഇനി പ്രോട്ടീൻ കലക്കി കുടിക്കാത്തതിന്റെ കുറവും കൂടിയേ ഉള്ളൂ. എന്തായാലും എന്റെ വർക്കൗട്ട് ആയിരുന്നില്ല, ഒരു ഗ്ലാസ് കലക്കി കുടിക്കാം. ഗ്ലാസ് എടുത്തോണ്ട്